ഒരു വർഷത്തിൽ 12,000 രൂപ വെച്ച് 4 വർഷത്തേക്ക് 48,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏകദേശം കേരളത്തിലെ ഒരു ജില്ലയിലെ 70ഓളം വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നേടാനുള്ള അവസരമുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ഡ്രൈവർമാരുണ്ട്. ഓട്ടോറിക്ഷ, കാർ ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്, KSRTC ഡ്രൈവേഴ്സ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ ഡ്രൈവിംഗ് തൊഴിലാക്കി വെച്ചിട്ടുള്ള ഡ്രൈവേഴ്സിന്റെ മക്കൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മേഖലയായിട്ട് ബന്ധപ്പെട്ട മെക്കാനിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട മെക്കാനിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പൊ ചില ആളുകൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. വർക്ക്ഷോപ്പുകൾ നടത്തുന്ന ആളുടെ മക്കൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നമുക്കൊക്കെ അറിയാം, വ്യത്യസ്തമായിട്ടുള്ള ഷോറൂമുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന മെക്കാനിക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മക്കൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഏകദേശം ഒരു വർഷത്തിൽ 12,000 രൂപയാണ് സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുന്നത്. ഏകദേശം കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഒരു ജില്ലയിലെ 70 വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് അവസാനത്തെ കഴിഞ്ഞ വർഷത്തെ ഒക്കെ ഡാറ്റ നോക്കി മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് പരിശോധിക്കേണ്ടത് എന്താണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്നുള്ളത്. അപ്പൊ നമ്മുടെ യോഗ്യതാ മാനദണ്ഡം പറയുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ഒന്ന് തന്നെയാണ്, ഡ്രൈവർമാരാവുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് വേണം, എങ്ങനെയാണ് ഡ്രൈവർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? അംഗീകൃത ലൈസൻസ് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ, അല്ലെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിളിന്റെ LMV ഓർ HMV വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ ഡ്രൈവർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ആയിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മുൻ വർഷ പരീക്ഷയിൽ 60% മാർക്ക് മിനിമം നേടിയിരിക്കണമെന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, മുൻ വർഷ പരീക്ഷയിൽ എന്ത് കിട്ടണം? 60% മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ള കേരളത്തിലെ ഡ്രൈവർമാരായിട്ടുള്ള, അല്ലെങ്കിൽ മെക്കാനിക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള, അതായത് നമ്മുടെ DPL കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, ഏതൊക്കെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9 മുതൽ 10, +1, +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത്. അത് 9ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ട് 4 വർഷം തുടർച്ചയായിട്ട് കിട്ടുമെന്നുള്ളതാണ്. എന്ത് വേണം? മുൻ വർഷ പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ പാരന്റിന്റെ ഒക്യുപ്പേഷൻ ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ഡ്രൈവർ ആയിരിക്കണം, NMV ഓർ HMV ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓട്ടോമേറ്റീവ് അല്ലെങ്കിൽ ജനറൽ മെക്കാനിക് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന BPL കാർഡ് ഹോൾഡർ ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഇത്തരം കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വാർഷിക വരുമാനം എന്നുള്ളതാണ്. വാർഷിക വരുമാനം, കുടുംബ വാർഷിക വരുമാനം എന്താവണം? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയാവണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ എലിജിബിലിറ്റി നിങ്ങൾ എന്ത് ചെയ്തു? 8 ലക്ഷം രൂപയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു 9 ലക്ഷം രൂപ നിങ്ങൾക്ക് വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്നുള്ളത്. അപ്പൊ എന്ത് വേണം? വാർഷിക വരുമാനം 8 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പരിശോധിക്കാം. ഈ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾ യോഗ്യനാണോ, അർഹനാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ആ, പരിശോധിക്കാനുള്ളതാണ്. ഇനി ഈ സ്കോളർഷിപ്പ് എന്തിലൊക്കെ കവർ ചെയ്യാന്നുള്ളതാണ്. ഒന്ന്, നിങ്ങളുടെ ട്യൂഷൻ ഫീ ആണ്. രണ്ട്, നിങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്കൂൾ യൂണിഫോം അല്ലെങ്കിൽ ബാഗ് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. നോട്ട് ബുക്സ്, സ്റ്റേഷനറി വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 12,000 രൂപയാണ് പരമാവധി ലഭിക്കുക. ഈ 12,000 രൂപ നിങ്ങളുടെ ഫീസിലേക്ക് വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് മജ്ജി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ചെയ്യുന്നത്.
കാരണം ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വാൽവോളിൻ കമ്പനീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി DCPM എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. പക്ഷേ ഈ സ്കോളർഷിപ്പിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്, കാര്യങ്ങൾ മുഴുവൻ വെരിഫിക്കേഷൻ പ്രോസസ്സ്, കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇതിലേക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ്, നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ മുൻപ് ഈ വർഷം നമ്മൾ കുറെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇൻകം സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്. ആ വരുമാന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ 60% മുകളിൽ മാർക്ക് വാങ്ങിയെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ഷീറ്റ് വേണം. അപ്പൊ നിങ്ങൾ സ്കൂളിൽ നിന്ന് സീൽ ചെയ്തിട്ടുള്ള, പ്രിൻസിപ്പൽ സീൽ ചെയ്തിട്ടുള്ള, സ്കൂൾ സീൽ വെച്ചിട്ടുള്ള മാർക്ക് ഷീറ്റ് നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രക്ഷിതാവിന്റെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ എംപ്ലോയ്മെന്റ് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഒന്ന്, ഡ്രൈവർമാരുടെ മക്കളാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. രണ്ടാമത് മെക്കാനിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ലെറ്റർ വേണം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നതാണെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം. ഇത്രയാണ് നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എവിടെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന ഏജൻസിയുടെ വെബ്സൈറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പല ആളുകളും ധാരണ ഉണ്ടാവും, ഇത് ബഡ്ഡി ഫോർ സ്റ്റഡി ആണോ നൽകുന്നത്? അല്ല. ഈ സ്കോളർഷിപ്പ് നൽകുന്നത് വാൽവോളിൻ കമ്മിൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന BCPL എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ സ്കോളർഷിപ്പിന്റെ അപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതും ഇതിന്റെ കുട്ടികളെ സെലക്ഷൻ പ്രോസസ് നടത്തുന്നതും ബഡ്ഡി ഫോർ സ്റ്റഡി ആണ്. അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് കയറിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപേക്ഷ സമർപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഓഗസ്റ്റ് 20 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ സമയത്തിന് കാത്തിരിക്കാതെ പെട്ടെന്ന് അപേക്ഷിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ആദ്യം ചോദിക്കുന്നുണ്ട്. ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ത് ചെയ്യുക, കൃത്യമാണ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. കാരണം ഇത് കൃത്യമായിട്ട് എന്തെങ്കിലും സ്കാൻ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20 ആണ് എന്നുള്ളത് ശ്രദ്ധിക്കാനുള്ളതാണ്. അതിനുശേഷം എന്തുണ്ടാവും, സ്ക്രീനിങ് ഉണ്ടാവും, ഇന്റർവ്യൂ ഉണ്ടാവും. ഒരു സെലക്ടഡ് കേന്ദ്രത്തിൽ എന്ത് ചെയ്യും, നിങ്ങളെ വിളിക്കും. ആ സെലക്ടഡ് കേന്ദ്രത്തിൽ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യും. അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആവശ്യമായ മെന്റർഷിപ്പിന് വേണ്ട സൗകര്യം ഒരുക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ്, നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരുടെ മക്കൾക്ക് ഒരു ജില്ലയിൽ നിന്ന് 70 ആളുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ 70 ആളുകൾക്ക് 12,000 രൂപ ഇത് സ്കോളർഷിപ്പ് ലഭിക്കും. എല്ലാ ജില്ലയിലെ ആളുകളും പരമാവധി അപേക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയില്ലല്ലോ നമ്മൾക്ക് ആർക്കാണ് കിട്ടുക, അല്ലെങ്കിൽ ഏറ്റവും അർഹൻ ആരാണ്, എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. വേറെ സ്കോളർഷിപ്പുകൾ ഉണ്ടാവും, ഗവൺമെന്റ് സ്കോളർഷിപ്പുകളൊക്കെ വാങ്ങുന്ന ആളുകൾക്കൊന്നും പ്രശ്നമില്ല. ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഏത് പ്രൈവറ്റ് സ്കോളർഷിപ്പോ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് സ്കോളർഷിപ്പോ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് മുസ്കാൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഡ്രൈവർമാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ മെക്കാനിക്കുകളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പോവുക. നിങ്ങളുടെ 14 ജില്ലയിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ സൗകര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലൊക്കെ ആയിരിക്കും ഇതിന്റെ വെരിഫിക്കേഷൻസ് ഉണ്ടാവുക. ആ വെരിഫിക്കേഷനിൽ പങ്കെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് നേടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ അപ്ലൈ ചെയ്യുക, സ്കോളർഷിപ്പ് നേടാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ സ്കോളർഷിപ്പ് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രീനിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള QR കോഡ് കൊടുക്കാം. ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ ഇതുപോലെയുള്ള സ്കോളർഷിപ്പിന്റെ അപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ സ്കോളർഷിപ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോ
കൂടുതൽ സ്കോളർഷിപ്പ് വാർത്തകൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.